ഫ്രണ്ട്സ്, ഞാൻ ഇന്നുള്ളത് മാട്ടൂൽ ബീച്ചിൻ്റെ അടുത്താണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത് പോകാൻ പോകുന്നത് നമുക്ക് പെറ്റ് സ്റ്റേഷൻ്റെ അടുത്തേക്കാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. നേരെ മുന്നിലായിട്ടാണ് പെറ്റ് സ്റ്റേഷൻ വരുന്നത്. നമുക്കൊന്ന് അങ്ങോട്ടേക്കൊന്ന് പോവാം. ഞാനങ്ങനെ പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിലെത്തി. ഞാൻ അവിടുന്ന് പാസ് മേടിച്ച് അത് കാട്ടിനൊക്കെ ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ അങ്ങനെ മുന്നോട്ടേക്ക് പോയി. അപ്പോൾ ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. ഏട്ടനങ്ങനെ നമ്മളോട് ഹായും പറഞ്ഞു. അവിടെ വലുതും ചെറുതുമായിട്ട് ഒട്ടേറെ അലങ്കാര മത്സ്യങ്ങൾക്ക് ഉണ്ട് കേട്ടാ. നല്ല കംഫർട്ടാണേ. അത് നമ്മൾ കൈയിൻ്റെ മുകളിലേക്കൂടെ പോകുമ്പോൾ ഭയങ്കര ഒരു സുഖമാണേ. അപ്പം ഞാൻ അങ്ങനെ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഞാൻ അങ്ങനെ കയറാൻ നോക്കുകയാണ്. അങ്ങനെ അടുത്തൊരു കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളെന്നോട് ലൈക്കും പറഞ്ഞ് ഞാനങ്ങനെ മുന്നോട്ടേക്ക് പോയി. എല്ലാവർക്കും കാണാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷികളിൽ തന്നെ പലതരം പക്ഷികളും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴപ്പോൾ അതാപ്പാ ചക്കര പക്ഷീനെ എടുത്തിട്ട് നിൽക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയാണേ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അതാപ്പാ ചക്കൻ്റെ കഴുത്തിലേക്ക് അവർ പാമ്പിനെ ഇടുന്നത്. ഞാൻ ചോദിച്ചു പേടിയുണ്ടോ ചോദിച്ചേ. പേടിയൊന്നുമില്ല പറഞ്ഞേ. അടിപൊളിയാണേ. അവനേക്ക് ഒരു ലൈക്കും തന്ന് ഞാൻ അങ്ങ് മുന്നോട്ടേക്ക് ഇപ്പോഴത്തേക്ക് അതാപ്പാ ഇപ്പുറത്തെ ഒരാൾ ഓന്തിരിയും പിടിച്ചിരിക്കുന്നത്. നല്ലൊരു വെറൈറ്റി ആണേ. അലങ്കാര മത്സ്യത്തിലൊക്കെ ഒരു കലവറ തന്നെ അവിടെ ഉണ്ട്. അവിടെ നോക്കുമ്പോൾ നമ്മൾ കടലിൻ്റെ ഉള്ളിലേക്ക് പോയൊരു ഫീലിംഗ് ആട്ടോ നമുക്ക് കിട്ടുക. അത്രക്കും മനോഹരമാണ്. ഒട്ടകം മരുവിൽ മാത്രമല്ല എവിടെയും ഉണ്ടേ. ഇതിൻ്റെ ഉള്ളിലൊരു നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ ചേച്ചിമാരുടെ പോസ് കൊടുത്ത് ഞാൻ അങ്ങനെ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ കുറേ കുട്ടികൾ നിൽക്കുന്നുണ്ട്. കുട്ടികൾ മീനിന് അരി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. മീനിന് അരി കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ച എന്നാണ് പറഞ്ഞത് എല്ലാവരും. നമുക്കത് നോക്കാം. പൊന്നോ, മീൻ അരി കൊടുക്കുമ്പോഴുള്ള കാഴ്ച നോക്കിയാൽ ആ മീനെല്ലാം കൂടെ വന്നിരിക്കുന്നു നോക്കിയേ. അങ്ങനെ നമുക്ക് ഏട്ടനങ്ങ് ലൈക്കും തന്നു. അങ്ങനെ ഏട്ടനോടും ഒരു ബായ് പറഞ്ഞു. അപ്പോൾ എന്നോട് എല്ലാവരും അങ്ങ് ബായ് പറഞ്ഞ് ഞാനങ്ങ് മുന്നോട്ടേക്ക് പോയി. അപ്പോൾ പഴയങ്ങാടി മാട്ടൂർ കടപ്പുറത്തിനടുത്ത് ഉള്ള ഈ പെറ്റ് സ്റ്റേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടിന് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.